ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ ചിക്കിലച്ചൻ്റെ ഓരോ രചനയിലും അതിലെ അലങ്കാര പ്രയോഗങ്ങളും ഭാഷാശുദ്ധിയും പാട്ടുകൾക്ക് കാവ്യങ്ങളുടെ ഔന്നിത്യം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പയസാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം സൗരയൂഥങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ പല്ലവി ഒന്ന് നമുക്ക് കേൾക്കാം. സൗരയൂഥങ്ങളെ, ക്ഷീരപഥങ്ങളെ, ഈശ്വരശക്തി സ്വരൂപങ്ങളെ, ഭൂമിയിലാരെ എതിരേൽക്കുവാനായി തുടികൊട്ടി നിന്നു പോയി നിങ്ങൾ. അന്നാദി പുലരിയിൽ നിങ്ങൾ സൗരയൂഥങ്ങളെ, ക്ഷീരപഥങ്ങളെ, ഈശ്വരശക്തി സ്വരൂപങ്ങളെ. പല്ലവിയില് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ആരെയോ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്ര പ്രാധാന്യമുള്ളവർ ആരാണ്? ദൈവം എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് സൃഷ്ടപ്രപഞ്ചം മുഴുവനും തങ്ങളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണോ ആ മനുഷ്യൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ചിലർ ചോദിക്കും, നോക്കത്താ ദൂരത്ത് കിടക്കുന്ന നക്ഷത്രങ്ങൾ, അതിര് കാണാത്ത ഒരു അപാരതയുള്ള ഒരു പ്രപഞ്ചം, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അതിനപ്പുറത്തെത്താൻ പറ്റുന്നില്ലാത്ത പോലെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കാ ഗുണം? അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം തൻ്റെ സൃഷ്ടാവ് എത്ര വലിയവനാണ്, മഹോന്നതനാണ്, അപരിമേയനാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് മനുഷ്യനെത്തുന്നത് സൃഷ്ടാവിനെ കണ്ടെത്താൻ, സൃഷ്ടാവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, ഔന്നത്യം മനസ്സിലാക്കാൻ, സൃഷ്ടിയുടെ ആ അതിശയകരമായ അപരിമേയത ഉപകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ അർത്ഥമില്ല. ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ വരവിന് വേണ്ടി സൃഷ്ടപ്രപഞ്ചം കാതോർത്തിരിക്കുന്നു. ആരെയോ വരവേൽക്കാൻ വേണ്ടി തുടികൊട്ടി നിൽക്കുക. ഉഷസ്സും വിരിയുന്ന പൂവും മുള പൊങ്ങി വളരും തളിരൊക്കെ അതിലേക്ക് വരാം. അപ്പം സൗരയൂഥങ്ങളെ, ക്ഷീരപഥങ്ങളെ, ഈശ്വരശക്തി സ്വരൂപങ്ങളെ, അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടി ശക്തി എല്ലാം പ്രകടമാക്കുന്ന ആ ശക്തി സ്വരൂപങ്ങളാണ് ഇവയ്ക്ക്. ഇതിൽ ആരെ എതിരേൽക്കുവാനായി തുടികൊട്ടി നിന്ന് പോയി നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ മഹത്വമാണ് അവിടെ നമ്മൾ കാണുന്നത്. മനുഷ്യൻ എത്രയോ വലിയവനാണ്. ദൈവം മനുഷ്യനെ എത്ര വലിയവനായിട്ടാണ് ദൈവം കരുതുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പൂഴിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സ്പർശനത്താൽ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിശ്വസിപ്പിച്ചുകൊണ്ട് മനുഷ്യനാക്കി. ആ വലിയ സംഭവത്തെ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. മനുഷ്യൻ്റെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. ദൈവം എന്തുമാത്രം മനുഷ്യനെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. തൻ്റെ ഛായയും സാദൃശ്യവും നൽകി മനുഷ്യന് ജീവിക്കാൻ ആവാസ വ്യവസ്ഥയുള്ള ഒരു ഭൂമി നമ്മൾ കാണുന്നു. വേറെ ഒരു ഗോളോ ഇതുവരെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ളതെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്. അതെല്ലാം ഇവിടെ നമ്മൾ ആദ്യത്തെ 4 വരികളിൽ പല്ലവിയിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. നമുക്കിതിൻ്റെ അനുപല്ലവി എന്ന് കേൾക്കാം. ഉഷസും വിരിയുന്ന പൂവും മുള പൊങ്ങി വളരും തളിരും അണുവും ജീവജാലങ്ങളും ആരെയോ വഴി കാത്തു നിൽക്കേ. നിൻ ദിവ്യസ്പർശനം
പൂഴിയനാഥ സ്വച്ഛായ ചാർത്തി മനുഷ്യനാക്കി, സ്വച്ഛായ ചാർത്തി മനുഷ്യനാക്കി. സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വരശക്തി സ്വരൂപങ്ങളെ. അച്ഛൻ അനുപല്ലവിയിൽ അച്ഛൻ ഈ വിവരണത്തിൻ്റെ അകത്ത് തന്നെ ഒരു പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ഒരു ചിന്തയിൽ അതുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ അനുവാചകർക്ക് കഴിഞ്ഞെങ്കിൽ നല്ല കാര്യമാണത്. കാരണം പരിണാമ സിദ്ധാന്തം വിശ്വാസത്തിനെതിരൊന്നുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. കാരണം ഈ മണ്ണിലെ മൂലകങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലും ഉള്ളത്. അഴുകിപ്പോകുന്നൊരു ശരീരമാണ് മനുഷ്യനുള്ളത്. പക്ഷേ ഈ ശരീരത്തിൽ അഴുകിപ്പോകാത്ത അക്ഷയമായ ഒരാളുണ്ട്. ഈ ആളിന് ശരീരമുണ്ട്, ഈ ആളിന് ആത്മാവുണ്ട്. ഈ ആളിൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള, ദൈവത്തെ കാണത്തക്ക രൂപത്തിൽ തന്നിൽ ദൈവത്തെ കാണപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. കാരണം മനുഷ്യന് ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപം ഉണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവവും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രൂപം എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പം മനുഷ്യനിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വേറൊരു അവതാരമായിട്ട് മാറും, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. അപ്പം മനുഷ്യൻ അത്രയും വലിപ്പമുണ്ട്, അത്രയും മഹത്വമുണ്ട്. പക്ഷെ എല്ലാവരും ആ മഹത്വം മനസ്സിലാക്കുകയോ അതിനനുസരിച്ച് മനുഷ്യനെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഞാൻ ഓർക്കാണ്, മനുഷ്യനെ വെറുക്കുന്നു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ. വെറുപ്പ് എന്ന വികാരം എന്തിനാണ് ദൈവം തന്നത്? വെറുക്കേണ്ടതിനെ വെറുക്കാൻ, അശുദ്ധിയെ വെറുക്കാൻ, അഴുക്കിനെ വെറുക്കാൻ. പക്ഷേ മനുഷ്യനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി കുറച്ച് പണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വെറുത്താൽ അതിനർത്ഥം എന്താ? മനുഷ്യനെ അഴുക്കോളം താഴ്ത്തി എന്നർത്ഥം. അഴുക്കിൻ്റെ വിലയാണ് മനുഷ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം മനുഷ്യനെ അറിയുന്നില്ല. അപ്പോൾ എന്നോളം വിലയുള്ള ഒരാളെ ഞാൻ അഴുക്കോളം താഴ്ത്തുമ്പോൾ ഞാനും അഴുക്കോളം താഴണ്ടേ? അപ്പം ദൈവം മനുഷ്യനിട്ടിരിക്കുന്ന വില ദൈവത്തോളം വലിയ വിലയാണ്. ദൈവത്തിൻ്റെ മകളോളം വലിയ വിലയാണ്. ആ വില മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, സ്നേഹിക്കുന്ന സ്വഭാവം. യേശുക്രിസ്തുവിൽ എങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടമായോ അതുപോലെ ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടമാകാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന് ആവസിക്കാനും ദൈവത്തിന് പ്രവർത്തിക്കാനും കഴിയുന്ന തരത്തിലുള്ള മഹത്തായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പം മനുഷ്യനിൽ ദൈവത്വത്തിന് പ്രകാശിതമാകാൻ പറ്റും, ദൈവങ്ങളാകാൻ പറ്റും ആ അർത്ഥത്തിലേ. അപ്പോൾ ആ ഒരു മഹത്വം അത് ഈ പാട്ടിലൂടെ ഞാൻ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കായിരുന്നു. അപ്പം നമുക്ക് അച്ഛൻ്റെ ചരണം ഒന്ന് കേൾക്കാം. കൃപയായി കൈവന്ന ജീവൻ മോഹിച്ച കനിയായി പൊലിഞ്ഞു, കനലായി ദുഃഖഭാരങ്ങളായി നരകം നിഴൽ വീശി നിൽക്കേ. നിൻ ദിവ്യപുത്രനെ ഭൂമിക്കു നൽകി, മനുഷ്യനെ വീണ്ടും നീ സ്വന്തമാക്കി, മനുഷ്യനെ വീണ്ടും നീ സ്വന്തമാക്കി. സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വരശക്തി സ്വരൂപങ്ങളെ
ഭൂമിയിലാരെ എതിരേൽക്കുവാനായി തുടികൊട്ടി നിന്നു പോയി നിങ്ങൾ. അന്നാദി പുലരിയിൽ നിങ്ങൾ സൗരയൂഥങ്ങളെ, ക്ഷീരപഥങ്ങളെ, ഈശ്വര ശക്തി സ്വരൂപങ്ങളെ. അച്ഛാ, ചരണത്തിൽ ഈ ദൈവം മനുഷ്യനെ സ്വന്തമാക്കി, വീണ്ടും സ്വന്തമാക്കി എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? അതായത് തൻ ദൈവപുത്രനെ ഭൂമിക്ക് നൽകി മനുഷ്യനെ വീണ്ടും നീ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു മനുഷ്യൻ. ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് സഹവസിച്ചവനും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യമുള്ളവനും ദൈവം വിലമതിച്ച് അമൂല്യനായി പരിഗണിച്ച് കൂടെ നിർത്തിയവനാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ അന്യാധീനപ്പെട്ടു പോയി, അന്യന് അധീനനായിപ്പോയി. എങ്ങനെ അധീനനായിപ്പോയി? മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുന്നതിലൂടെ, സാത്താൻ്റെ വാക്ക് വിശ്വസിച്ചതിലൂടെ, ഈ പഴം നിന്നെ ദൈവത്തെപ്പോലെ ആക്കും എന്ന വഞ്ചനാപരമായ ആ വാക്ക് വിശ്വസിക്കുകയും സാത്താനെ അനുസരിക്കുകയും ചെയ്തതിലൂടെ മനുഷ്യൻ അന്യാധീനപ്പെട്ടു പോയി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയി. അത് മനുഷ്യനെടുത്ത ഒരു സ്വതന്ത്ര തീരുമാനമാണ്. അത് മനുഷ്യൻ്റെ ദൈവം കൊടുത്ത കഴിവാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗത്തിൽ മനുഷ്യന് തെറ്റുപറ്റി, വീഴ്ച പറ്റി. അതുകൊണ്ടാണ് മനുഷ്യൻ അന്യാധീനപ്പെട്ടു പോയത്. ഇപ്പം ദൈവത്തിൽ നിന്ന് അകന്ന് സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലേക്ക് പോയ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ സ്വന്തം നിലയിൽ കഴിയുന്നില്ല. കാരണം എന്താണ്? ദൈവം എന്നെ സ്വീകരിക്കുമോ എന്ന് ഭയം, ഉറപ്പില്ല. ദൈവം എന്നെ ഇനി സ്വീകരിക്കുമോ, സ്വീകരിക്കലായിരിക്കും എന്നാണ് മനുഷ്യൻ കരുതുന്നത്. ഒരുപക്ഷെ ശിക്ഷിച്ചേക്കുമെന്നാണ് മനുഷ്യൻ കരുതുന്നത്. അപ്പം അങ്ങനെ ശിക്ഷിച്ചേക്കുമെന്ന് കരുതുന്നവർക്ക്, എന്നെ സ്വീകരിക്കുകയല്ല തിരസ്കരിച്ചേക്കുമെന്ന് കരുതുന്നവർക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? മാത്രമല്ല, ഞാൻ ഒരാൾക്ക് കീഴടങ്ങിപ്പോയി, കീഴടങ്ങിപ്പോയവൻ എന്നെ വിടണ്ടേ? അതൊരു വിഷയമല്ലേ? അപ്പം ആ ശക്തി എന്നെ വിട്ടില്ലെങ്കിലോ? അതാണ് പൗലോസിലെ പറയുന്നത്, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെന്നെ ഈ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ അയച്ചുകൊണ്ട് ആദ്യം ചെയ്തത്, മനുഷ്യൻ ആർക്ക് കീഴടങ്ങിയോ ആ ശക്തിയെ കീഴടക്കി, ആ ശക്തിയുടെ മേൽ ആധിപത്യം പുലർത്തി. അതാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർത്തുവെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആർക്ക് കീഴടങ്ങിയോ ആ ശക്തിയെ ഈശോ കീഴടക്കി. അപ്പോൾ എനിക്ക് പേടിക്കാതെ ആ ശക്തിയുടെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വരാം. 2, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. എന്നെ തിരസ്കരിച്ചിട്ടില്ലെന്നും എന്നെ സ്വീകരിക്കാൻ 2 കൈ നീട്ടി കാത്തിരിക്കുകയാണെന്നും എനിക്ക് ഉറപ്പ് കിട്ടി. ആ പുത്രൻ്റെ ശുശ്രൂഷയിലൂടെ, രക്ഷാകര പ്രവൃത്തിയിലൂടെ അങ്ങനെ ഉറപ്പ് കിട്ടിയപ്പം ഞാൻ ആർക്ക് കീഴടങ്ങിയോ ആ ശക്തിയുടെ അടിയിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് എനിക്ക് ധൈര്യമായിട്ട് പോരാം. കാരണം അവനേക്കാൾ ശക്തനാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കാതെ പോരാം. എന്നെ സ്വീകരിക്കാനും നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് തരാനും ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ അതാണ് ഈ വീണ്ടെടുത്തു, വീണ്ടും സ്വന്തമാക്കി എന്ന് പറയുന്നത്. ആദ്യം സ്വന്തമായിരുന്നു, മനുഷ്യൻ അന്യാധീനപ്പെട്ടു പോയി, വീണ്ടും മനുഷ്യനെ സ്വന്തമാക്കി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ സ്വന്തമാക്കാൻ ഒരാളില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത് അസാധ്യമായിരുന്നു. ഇവിടെയാണ് മനുഷ്യാവതാരത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും വലിയ അർത്ഥം ഇരിക്കുന്നത്. മതമോ ജാതിയോ ഒന്നും നോക്കാതെ സകല മനുഷ്യർക്കും രക്ഷ പ്രാപിക്കാനുള്ള, ദൈവത്തോട് സഹവസിക്കാനുള്ള, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഒരുക്കിയത്, വഴിയൊരുങ്ങിയത് ഈശോ പുത്രൻ തമ്പുരാൻ്റെ കാണപ്പെട്ട രൂപമാണ് ഈശോ. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവുമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ വെറുതെ അങ്ങ് കളയാൻ തീരുമാനിച്ചില്ല, വീണ്ടെടുത്ത് സ്വന്തമാക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി നഷ്ടം സഹിച്ചു.
കുരിശിൽ പിടഞ്ഞു മരിക്കാൻ മാത്രം നഷ്ടം സഹിച്ചു. അതാണ്, അത്രമാത്രം എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വലിപ്പം അതാണ്. വിലയില്ലാത്തായിരുന്നു കിട്ടിച്ച പോകായിരുന്നു, വിലയുള്ളതായതുകൊണ്ട്. നിത്യതയോളം വിലയുണ്ട് എനിക്ക്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു വലിയ സത്യം ഈ പാട്ടിലൂടെ ഒന്ന് ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കായിരുന്നു. അച്ഛാ, അച്ഛൻ അടുത്ത കാലത്ത് ഒരു സിനിമയിലൊരു ഗാനം എഴുതിയായിട്ട് അറിഞ്ഞു. അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ്, എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഞാൻ അടുത്ത കാലത്ത് സിനിമയിൽ പാട്ടെഴുതാൻ അവസരം കിട്ടി. അത് എഴുതി, അത് ട്യൂൺ ചെയ്ത് പാടി. അത് ജോജു ജോർജ് എന്ന അനുഗ്രഹീത നടനും നിർമ്മാതാവുമായ അദ്ദേഹമാണത് എന്നോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അടുത്തിറങ്ങാൻ പോകുന്ന സിനിമ പുലിമട എന്ന പേരിലാണ് ആ സിനിമ ഇപ്പോഴത്തെ അറിവിൽ നാമകരണം ചെയ്തിരിക്കുന്നത്. ആ പുലിമടയിലെ ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയമായ പശ്ചാത്തലമാണ്. നായകനും നായികയും വിവാഹത്തലേന്ന് ക്രിസ്തീയ ഭവനങ്ങളിലെ മധുരം വെപ്പ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ഈ മധുരം വെപ്പിൻ്റെ ചടങ്ങിൽ പാടാനായിട്ട് ആ പശ്ചാത്തലത്തിൽ പാടേണ്ട ഒരു പാട്ടാണ്. അപ്പം അങ്ങനെ ഡുവറ്റ് പാട്ടാണ്. ഇതിന് ആലപിച്ചിരിക്കുന്ന ആരാണെന്ന്? ഇത് ആലപിച്ചിരിക്കുന്നത് ചിത്ര ചേച്ചിയും കെസ്റ്ററും കൂടിയാണ്. ഓ, കെസ്റ്റർ ഉണ്ടല്ലേ. കെസ്റ്റർ അദ്ദേഹം പാടാൻ താല്പര്യമെടുത്തത് പനച്ചിക്കലിസിന് എഴുതിയൊരു പാട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പാടുന്നതിനകത്ത് ഔചിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സിനിമ പാടങ്ങൾ പാടാറില്ലല്ലേ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പാടാൻ തയ്യാറായത്. അപ്പം ഇത് റെക്കോർഡിങ് കഴിഞ്ഞ് മിക്സിങ് കഴിഞ്ഞിരിക്കുക. ഇതിന് മുമ്പ് ഒരിക്കൽ എൻ്റെ പേര് സിനിമാ സ്ക്രീനിൽ എഴുതി വന്നിട്ടുണ്ട്. അത് സൈഗാൾ പാടുകയാണെന്ന ചിത്രത്തിൽ, സിബി മലയിലിൻ്റെ ഒരു ചിത്രമാണ്. അതിൽ മേലേമാനത്തെ ഈശോയെ എന്ന ഗാനം ആ സിനിമയിൽ ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു പള്ളിയിലെ കൊയർ പാടുന്നതായിട്ട്. അതിൻ്റെ പേരിൽ ഗാനരചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എഴുതിയിരുന്നു. പക്ഷേ ഇത് ഞാൻ നേരത്തെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, സിനിമയിലൊരു അവസരം കിട്ടിയാൽ നല്ല ക്രിസ്തീയ പശ്ചാത്തലമുള്ള പാട്ടുകൾ എഴുതാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിന് അവസരം വന്നത്. സിനിമയിലും അതിനുശേഷമാണോ മറ്റേ മേലേമാനത്തെ ഈശോ എന്നുള്ള പാട്ട് പബ്ലിഷ് ചെയ്തത്? അല്ല, ആ പാട്ട് പബ്ലിഷ് ചെയ്തു, അത് ഹിറ്റായി. ആ ഹിറ്റായ പാട്ട് സൈഗാൾ പാടുകയാണെന്ന് പറഞ്ഞ സിനിമയിലേക്ക് അത് എടുത്തുപയോഗിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യം, അച്ഛൻ്റെ ആദ്യത്തെ പാട്ട് എഴുതിയതും അവസാനം ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടും, അപ്പം അവസാനങ്ങളിൽ കുറേ ഗാനങ്ങൾ നമ്മൾ അച്ഛൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് നമുക്കറിയാം ആ ഒരേ തീഷ്ണതയോടെയാണ് എഴുതാറുള്ളതെന്ന് അച്ഛൻ പറഞ്ഞു. അതെ. അപ്പോൾ ഈ ഇത്രയും തീഷ്ണതയോടുകൂടി ഈ എഴുതിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ. കാരണം നമ്മൾ പലപ്പോഴും കാണുന്ന കുറേ മുൻപ് പാട്ട് എഴുതിക്കൊണ്ടിരുന്നവരെ പിന്നീട് കാണാറില്ല. അപ്പോൾ അച്ഛൻ ഇന്നും അതേ തീഷ്ണതയോടെ നിൽക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണ്? 1976 എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അത് അന്നൊക്കെ LP-യാണ്, ലോങ് പ്ലേ ഡിസ്ക്കാണ്. അതെ. അങ്ങനെ ഇൻറുക്കോ എന്ന കമ്പനി ചെയ്തതാണ്. അതിനകത്താണ് നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, അതിനകത്താണ് സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദൈവത്ര എന്ന് തുടങ്ങിയ വരികളൊക്കെ ഉള്ളത്. ആ പാട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ പാട്ട്. അത് നമുക്കെല്ലാം പ്രിയങ്കരനായ KJ യേശുദാസ് സാർ പാടാനിടയായി. അതോടുകൂടി ഒറ്റ പാട്ടുകൊണ്ട് ഞാനൊരു ഗാനരചയിതാവായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. പക്ഷേ എനിക്ക് ഇനി അടുത്ത വേറൊരു പാട്ട് എഴുതാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ എഴുതിയതും പാട്ടായി, അങ്ങനെ എഴുതുന്നതൊക്കെ പാട്ടായി വരുന്നു. അങ്ങനെ പോകുന്നു. ഈ അവസാനത്തെ പാട്ട് എന്ന് ഞാൻ പറയുന്നില്ല, നീ പാട്ട് എഴുതും. ലേറ്റസ്റ്റ് പാട്ട് അങ്ങനെയാണല്ലോ പറയേണ്ടത്. ലേറ്റസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഈ പാട്ടാണ്. അതിൻ്റെ വരികൾ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. അതായത് 2 വീട്ടിലും ആഘോഷം നടക്കുകയാണ്, മധുരം വയ്പ്പിൻ്റെ ആഘോഷം. അപ്പോൾ നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ സങ്കല്പമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ദൈവമാണ് മനുഷ്യനെ ദമ്പതിമാരായിട്ട് സൃഷ്ടിച്ചതും
ആദത്തെയും ഹവ്വായെയും ഒരുമിച്ച് നിർത്തി അവരെ ആശീർവദിച്ചതൊക്കെ. എന്നിട്ട് സന്താനപുഷ്ടിയുള്ളതായിട്ട് പെരുകാനെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സ്വർഗം വിതയ്ക്കുന്ന സ്വപ്നങ്ങളെ എന്നാണ് ഞാൻ ആ പാട്ട് തുടങ്ങുന്നത്. സ്വർഗം വിതയ്ക്കുന്ന സ്വപ്നങ്ങളെ മധുരത്തിൽ മധു ചേരും അനുരാഗമായി. മനസ്സിലായോ? മധുരം വെപ്പല്ലേ, അപ്പം അതിനകത്ത് അല്പം മധുവും കൂടി എന്ന് പറഞ്ഞാൽ ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആ വീഞ്ഞിന് കൂടുതൽ ലഹരി ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അല്ലേ. അപ്പം ഈശോ ചേരുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ ഒരു ഇടപെടൽ വരുമ്പോൾ അത് ലഹരിയുള്ളതായി തീരും. അപ്പം സാധാരണ വിവാഹം അതൊരു കുദാശയായി വരുമ്പോൾ മധുരത്തിൽ മധു ചേരുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് മധുരത്തിൽ മധു ചേരും അനുരാഗമേ എന്ന് ഞാൻ പറഞ്ഞത്. അച്ഛാ, ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? യുവ സംവിധായകനായ ഇഷാൻ ദേവ് ആണ്. അദ്ദേഹം എനിക്ക് ഇട്ടു തന്ന ട്യൂൺ അനുസരിച്ച് ഞാൻ പാട്ട് എഴുതുക. വളരെ തൃപ്തിയായിരുന്നു അദ്ദേഹത്തിന്. സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വര ശക്തി സ്വരൂപങ്ങളെ ഭൂമിയിലാരെ എതിരേൽക്കുവാനായി തുടികൊട്ടി നിന്നു പോയി നിങ്ങൾ. അന്നാദി പുലരിയിൽ നിങ്ങൾ സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വര ശക്തി സ്വരൂപങ്ങളെ ഉഷസും വിരിയുന്ന പൂവും മുള പൊങ്ങി വളരും തളിരും അണുവും ജീവജാലങ്ങളും ആരെയോ വഴി കാത്തു നിൽക്കേ. നിൻ ദിവ്യ സ്പർശനം പൂഴിയ നാഥ സ്വച്ഛായ ചാർത്തി മനുഷ്യനാക്കി, സ്വച്ഛായ ചാർത്തി മനുഷ്യനാക്കി. സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വര ശക്തി സ്വരൂപങ്ങളെ കൃപയായി കൈവന്ന ജീവൻ മോഹിച്ച കനിയായി പൊലിഞ്ഞു. കനലായി ദുഃഖഭാരങ്ങളായി നരകം നിഴൽ വീശി നിൽക്കേ. നിൻ ദിവ്യപുത്രനെ ഭൂമിക്കു നൽകി മനുഷ്യനെ വീണ്ടും നീ സ്വന്തമാക്കി, മനുഷ്യനെ വീണ്ടും നീ സ്വന്തമാക്കി. സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വര ശക്തി സ്വരൂപങ്ങളെ ഭൂമിയിലാരെ എതിരേൽക്കുവാനായി തുടികൊട്ടി നിന്നു പോയി നിങ്ങൾ. അന്നാദി പുലരിയിൽ നിങ്ങൾ സൗരയൂഥങ്ങളെ ക്ഷീരപഥങ്ങളെ ഈശ്വര ശക്തി സ്വരൂപങ്ങളെ. ഇന്ന് നമുക്ക് അച്ഛനിൽ നിന്നും ലഭിച്ച സന്ദേശം, ദുഃഖങ്ങളും ദുരിതങ്ങളും നിഴൽ വീശിയ മനുഷ്യനെ വീണ്ടും സ്വന്തമാക്കുവാൻ ദൈവം സ്വപുത്രനെ നൽകി. മനുഷ്യ അവതാരത്തിലൂടെ യേശു പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി. യേശുവിനോടുകൂടി പ്രപഞ്ചവും ഒന്നായിത്തീർന്നു. മനുഷ്യനോളം തുല്യത നൽകിയ ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹം എത്ര അപാരമാണെന്ന് നല്ല ബോധ്യം നൽകിയ പ്രിയപ്പെട്ട അച്ഛന് നന്ദി.
ഗാനങ്ങൾക്ക് സഹായിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.